നമസ്തേ. സ്പോക്കൺ ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഭാവിയിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത് എന്ന് നോക്കാം. അതായത് ഫ്യൂച്ചർ ടെൻസ് ഹിന്ദിയിൽ പഠിക്കാം. മുझे അഗലെ ഹഫ്തെ ചുട്ടി ഹോഗി. എനിക്ക് അടുത്ത ആഴ്ച അവധി ഉണ്ടാകും. മുझे അഗലെ ഹഫ്തെ ചുട്ടി ഹോഗി. മുझे എനിക്ക്, അഗലെ ഹഫ്തെ അടുത്ത ആഴ്ച, ചുട്ടി അവധി, അവധി ഉണ്ടാകും എന്ന് പറയാൻ ചുട്ടി ഹോഗി. മുझे അഗലെ ഹഫ്തെ ചുട്ടി ഹോഗി. മുझे കാം പർ നഹി ജാനാ പടേഗ. എനിക്ക് ജോലിക്ക് പോകേണ്ടി വരില്ല. മുझे കാം പർ നഹി ജാനാ പടേഗ. മുझे എനിക്ക്, കാം പർ ജോലിക്ക്, ജാനാ പടേഗ പോകേണ്ടി വരും, പോകേണ്ടി വരില്ല എന്ന് പറയാൻ നഹി ജാനാ പടേഗ. മുझे കാം പർ നഹി ജാനാ പടേഗ. मैं അലാം ബന്ദ് കർ ദൂംഗ. ഞാൻ അലാറം ഓഫ് ചെയ്യും. मैं അലാം ബന്ദ് കർ ദൂംഗ. मैं ഞാൻ, അലാം അലാറം, ബന്ദ് കർന ഓഫ് ചെയ്യുക, ബന്ദ് കർ ദൂംഗ ഓഫ് ചെയ്യും, അല്ലെങ്കിൽ ബന്ദ് കരൂംഗ എന്നും പറയാം. മേ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ കരൂംഗ അല്ലെങ്കിൽ കർ ദൂംഗ എന്ന് പറയുന്നത്. മേ അലാം ബന്ദ് കർ ദൂംഗ. मैं आमतौर पर जितना सोता हूँ उससे ज़्यादा सोऊंगा. ഞാൻ പതിവിലും കൂടുതൽ ഉറങ്ങും, അല്ലെങ്കിൽ ഞാൻ സാധാരണ ഉറങ്ങുന്നതിനേക്കാളും കൂടുതൽ ഉറങ്ങും. मैं आमतौर पर जितना सोता हूँ उससे ज़्यादा सोऊंगा. ആംതോർ സാധാരണ, ജിത്തന സോത്താഹും എത്രയാണോ ഉറങ്ങുന്നത്, ഉസ്സെ അതിനേക്കാളും, ജാദ സോവുങ്ക കൂടുതൽ ഉറങ്ങും. मैं आमतौर पर जितना सोता हूँ उससे ज़्यादा सोऊंगा. मैं सुबह 8 बजे उठूँगा. ഞാൻ രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കും. मैं सुबह 8 बजे उठूँगा. സുബഹ് രാവിലെ, 8 ബജെ 8 മണിക്ക്, ഉഡ്ന എഴുന്നേൽക്കുക, ഉഡൂങ്ക എഴുന്നേൽക്കും. പറയുന്നത് പെണ്ണാണെങ്കിൽ മേ സുബഹ് 8 ബജെ ഉഡൂങ്കി എന്നാവും. മേ രസോയി മേ ജാവൂങ്ക. ഞാൻ അടുക്കളയിലേക്ക് പോകും. മേ രസോയി മേ ജാവൂങ്ക. രസോയി അടുക്കള, ജാന പോവുക, പോകും എന്ന് പറയാൻ ജാവൂങ്ക. മേ രസോയി മേ ജാവൂങ്ക. പറയുന്നത് പെണ്ണാണെങ്കിൽ മേ രസോയി മേ ജാവൂങ്കി എന്നാവും. മേ ചായ് ബനാവൂങ്ക. ഞാൻ ചായ ഉണ്ടാക്കും. മേ ചായ് ബനാവൂങ്ക. ബനാന ഉണ്ടാക്കുക, ഉണ്ടാക്കും എന്ന് പറയാൻ ബനാവൂങ്ക. മേ കർത്താവായതുകൊണ്ടാണ് ഊങ്ക ചേർത്ത് പറയുന്നത് വെർബിൻ്റെ കൂടെ. ബനാന ബനാവൂങ്ക എന്നായി മാറി. പറയുന്നത് അവൾ ചായ ഉണ്ടാക്കും എന്നാണെങ്കിലോ വ ചായ് ബനായേഗി എന്നാകും. അവൻ ചായ ഉണ്ടാക്കും. വ ചായ് ബനായേഗ. ഞാൻ ചായ ഉണ്ടാക്കും. മേ ചായ് ബനാവൂങ്ക. ഞാൻ പെണ്ണാണെങ്കിലോ മേ ചായ് ബനാവൂങ്കി എന്നാണ് പറയേണ്ടത്. ഓക്കെ. മേ നാസ്തേ മേ ദോശ ഖാവൂങ്ക. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ കഴിക്കും. മേ നാസ്തേ മേ ദോശ ഖാവൂങ്ക. നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം. ഖാവൂങ്ക കഴിക്കും. പറയുന്നത് പെണ്ണാണെങ്കിൽ മേ നാസ്തേ മേ ദോശ ഖാവൂങ്കി എന്നാവും. അവൾ കഴിക്കും എന്നാണെങ്കിൽ വോ ഖായേഗി. അവൻ കഴിക്കും. വോ ഖായേഗ എന്നാവും.
ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ കഴിക്കും. मैं नाश्ते में ദോശ खाऊंगा. मेरी माँ वह बनाएगी. എൻ്റെ അമ്മ അത് ഉണ്ടാക്കും. मेरी माँ वह बनाएगी. फिर मैं कुछ बर्तन धोऊंगा. പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകും. फिर मैं कुछ बर्तन धोऊंगा. फिर പിന്നെ मैं ഞാൻ കുച്ച് ബർത്തൻ കുറച്ച് പാത്രങ്ങൾ ധോന കഴുകുക കഴുകുന്നു പറയാൻ ധോവുക. फिर मैं कुछ बर्तन धोऊंगा. फिर मैं क्या करूँगा. फिर मैं कुछ बर्तन धोऊंगा. मैं झाड़ू और पोछा लगाऊंगा. ഞാൻ അടിച്ചുവാരി തുടയ്ക്കും. मैं झाड़ू और पोछा लगाऊंगा. ജാഡു ചൂല് എന്നാണ് അർത്ഥം. ജാഡു ലഗാന അടിച്ചു വാരുക, പോച്ച ലഗാന തുടയ്ക്കുക. രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ मैं झाड़ू और पोछा लगाऊंगा. मैं लगभग 10:30 बजे नहाऊंगा. ഞാൻ ഏകദേശം 10:30 കുളിക്കും. मैं लगभग 10:30 बजे नहाऊंगा. ലഗ്ബഗ് ഏകദേശം, 10:30 ബജെ 10:30 മണി. നഹാന കുളിക്കുക, കുളിക്കും എന്ന് പറയാൻ നഹാഊങ്ക. നഹാന എന്ന വെർബിൻ്റെ നാ മാറ്റി ഊങ്ക ചേർത്താൽ മതി. മേൻ കർത്താവായി വരുമ്പോൾ ഊങ്ക അല്ലെങ്കിൽ ഊങ്കിയാണ് ചേർക്കുന്നത്. നഹാഊങ്ക അല്ലെങ്കിൽ നഹാഊങ്കി. പെണ്ണാണെങ്കിൽ നഹാഊങ്കി. मैं लगभग 10:30 बजे नहाऊंगा. ഭാവിയിലെ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഈ വെർബിൻ്റെ കൂടെ ഊങ്ക, ഊങ്കി അല്ലെങ്കിൽ ഏക, ഏകി, ഏങ്കെ എന്നൊക്കെ ചേർക്കുന്നത്. हम दोपहर का खाना 1 बजे के आसपास खाएंगे. 1 മണിയോടെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കും. हम दोपहर का खाना 1 बजे के आसपास खाएंगे. 1 മണിയോടെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കും. ഹം ഞങ്ങൾ, ദോപ്പഹർ ഉച്ച. ഉച്ചഭക്ഷണം എന്ന് എങ്ങനെയാണ് പറയുന്നത്? ദോപ്പഹർ കാ ഖാന. 1 ബജെ കെ ആസ്പാസ് എന്ന് പറഞ്ഞാൽ 1 മണിയോടെ. ഖായേങ്കെ കഴിക്കും. ഇവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഖായേങ്കെ എന്ന് പറയുന്നത്. ഞാൻ കഴിക്കും എന്നാണെങ്കിൽ മേ ഖാഊങ്ക. ഫിർ മേ തോടി ദേർ സോऊंगा. പിന്നെ ഞാൻ കുറച്ചു നേരം ഉറങ്ങും. ഫിർ മേ തോടി ദേർ സോऊंगा. ഫിർ പിന്നെ, മേ ഞാൻ, തോടി ദേർ കുറച്ചു നേരം, സോന ഉറങ്ങുക, ഉറങ്ങും എന്ന് പറയാൻ സോऊंगा. ഫിർ മേ തോടി ദേർ സോऊंगा. शाम को 5 बजे मैं बाहर जाऊंगा. വൈകുന്നേരം 5 മണിക്ക് ഞാൻ പുറത്തു പോകും. शाम को 5 बजे मैं बाहर जाऊंगा. शाम को വൈകുന്നേരം, 5 ബജെ 5 മണിക്ക്, ബാഹർ പുറത്ത്, ബാഹർ ജാവുങ്ക പുറത്ത് പോകും. മേ കബ് ബാഹർ ജാവുങ്ക. മേ ശാം കോ 5 ബജെ ബാഹർ ജാവുങ്ക. മേ ചായ് പിയൂങ്ക. ഞാൻ ചായ കുടിക്കും. മേ ചായ് പിയൂങ്ക. പീന കുടിക്കുക, കുടിക്കും, ഞാൻ കുടിക്കും എന്ന് പറയാൻ പിയൂങ്ക. മേ ചായ് പിയൂങ്ക. മേ കുച്ച് തീക്ക ഖാന ഖാഊങ്ക. ഞാൻ എരിവുള്ള എന്തെങ്കിലും കഴിക്കും. മേ കുച്ച് തീക്ക ഖാന ഖാഊങ്ക. തീക്ക എരിവുള്ളത്, തീക്ക ഖാന എരിവുള്ള ഭക്ഷണം, ഖാഊങ്ക കഴിക്കും. മേ കുച്ച് തീക്ക ഖാന ഖാഊങ്ക.
ഉസ്കെ ബാദ് മേ ഘർ ജാഊംഗ. അതിനുശേഷം ഞാൻ വീട്ടിൽ പോകും. ഉസ്കെ ബാദ് മേ ഘർ ജാഊംഗ. ഉസ്കെ ബാദ് അതിനുശേഷം. ഘർ വീട്. ജാന പോവുക. ജാഊംഗ പോകും. ഉസ്കെ ബാദ് മേ ഘർ ജാഊംഗ. ചായ് പീനെ കെ ബാദ് മേ കിധർ ജാഊംഗ. ചായ കുടിച്ചതിന് ശേഷം ഞാൻ എവിടേക്കാണ് പോകുന്നത്? ചായ് പീനെ കെ ബാദ് മേ ഘർ ജാഊംഗ. ചായ കുടിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ പോകും. ഉസ്കെ ബാദ് മേ ഘർ ജാഊംഗ. മേ രാത് കോ 10 ബജെ സോഊംഗ. ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങും. മേ രാത് കോ 10 ബജെ സോഊംഗ. അല്ലെങ്കിൽ മേ രാത് കോ 10 ബജെ സോ ജാഊംഗ എന്നും പറയാം. രാത് കോ രാത്രി, 10 ബജെ 10 മണിക്ക്, സോന ഉറങ്ങുക, സോഊംഗ ഉറങ്ങും. മേ രാത് കോ 10 ബജെ സോഊംഗ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് നന്നായി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ठीक है, धन्यवाद. अगले वीडियो में मिलते हैं. तब तक के लिए अलविदा.